ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കാർഗിൽ യുദ്ധത്തിന്റെ വിജയസ്മരണയിൽ രാജ്യം. രാജ്യത്തിനായി വീരമൃത്യു വരിച്ച സൈനികർക്ക് പ്രണാമമർപ്പിച്ച് പ്രമുഖർ. വികസനത്തിന് നേരെയുള്ള ഏതു വെല്ലുവിളിയും ഇന്ത്യ നേരിടുമെന്ന് പ്രധാനമന്ത്രി. ലഡാക്കിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ഇരുസഭകളിലും കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നു. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും. മെഡൽ പ്രതീക്ഷയുമായി 117 ഇന്ത്യൻ താരങ്ങൾ കളത്തിലിറങ്ങും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിക്കായുള്ള തെരച്ചിൽ ഊർജിതം. കേരളത്തിൽ നിന്ന് മന്ത്രിതല സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കും. വാർത്തകൾ വിശദമായി. കാർഗിൽ യുദ്ധത്തിന്റെ വിജയസ്മരണയിൽ രാജ്യം. കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷികം ഇന്ന് ആചരിക്കുകയാണ്. 1999 ജൂലൈ 26-ന് ലഡാക്കിലെ കാർഗിലിൽ 3 മാസത്തോളം നീണ്ട യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയ്ക്കുള്ള ആദരമാണ് ദിനാചരണം. കാർഗിൽ വിജയ് ദിവസിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യൻ കരസേനയുടെ സമാനതകളില്ലാത്ത ധീരതയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നതായി ശ്രീമതി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷികത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പാർലമെന്റ്. കാർഗിൽ യുദ്ധത്തിൽ അസാമാന്യ ധീരതയോടെ വിജയം കൈവരിക്കാൻ പ്രയത്നിച്ച എല്ലാ സൈനികർക്കും പ്രണാമം അർപ്പിക്കുന്നതായി രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരുകയാണ്. വികസനത്തിന് നേരെ ഉയരുന്ന ഏതു വെല്ലുവിളിയും ഇന്ത്യ നേരിടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷികത്തിൽ ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷം സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. विकास के सामने आ रही हर चुनौती को भारत परास्त करके ही रहेगा. कुछ ही दिन बाद इस 5 अगस्त को आर्टिकल 370 का अंत हुए 5 वर्ष पूरे होने जा रहा है. जम्मू कश्मीर आज नए भविष्य की बात कर रहा है. जम्मू कश्मीर की पहचान G20 जैसी ग्लोबल समिट की अहम बैठक करने के लिए हो रही है. പൂർണ്ണ ശക്തിയോടെ ഭീകരവാദത്തെ നേരിടാൻ രാജ്യത്തിന്റെ ധീര സൈനികർ പ്രാപ്തരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കരസേനയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവന്നതിന് ഉദാഹരണമാണ് അഗ്നിപഥ് പദ്ധതി. കരസേന എന്നാൽ 140 കോടി ഇന്ത്യക്കാരുടെ ആത്മധൈര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സായുധ സേനാംഗങ്ങൾക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. കര, നാവിക, വ്യോമസേനകളിലെ ഉപമേധാവികളും വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. 25ാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നടന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ചടങ്ങിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥരും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ബന്ധുക്കളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കണ്ണൂർ വാർ മെമ്മോറിയൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കണ്ണൂർ മുഖ്യ തപാൽ ഓഫീസിന് സമീപത്തെ യുദ്ധസ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഊർജിതം. കനത്ത മഴയും ഗംഗാവലി നദിയിലെ അടിയൊഴുക്കും ദൌത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ് എന്നിവർ പ്രദേശത്തെത്തി ദൌത്യം വിലയിരുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലോക കായിക മാമാങ്കത്തിന് ഇന്ന് തിരിതെളിയും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്ക് പാരീസിലെ സെൻ നദിയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളോടെ പാരീസ് ഒളിമ്പിക്സിന് ഔദ്യോഗിക തുടക്കമാകും.
സെൻ നദിയിലൂടെ 10,500 കായിക താരങ്ങളെ വഹിച്ചുകൊണ്ട് 100-ലേറെ ബോട്ടുകളാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായ മാർച്ച് പാസ്റ്റിലുണ്ടാവുക. ചരിത്രത്തിൽ ആദ്യമായാണ് സ്റ്റേഡിയത്തിന് പുറത്ത് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഫ്രഞ്ച് നാടക സംവിധായകനും നടനുമായ തോമസ് ജോളിയാണ് പാരീസിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെയും വാസ്തുവിദ്യയുടെയും നേർക്കാഴ്ചയാകുന്ന 3 മണിക്കൂർ ദൈർഘ്യമുള്ള ദൃശ്യവിരുന്നിന്റെ കലാസംവിധായകൻ. മാർച്ച് പാസ്റ്റിൽ കായിക താരങ്ങളായ PV സിന്ധുവും ശരത് കമലും ഇന്ത്യൻ പതാകയേന്തും. തരുൺ താഹിലിയനി രൂപകൽപ്പന ചെയ്ത പരമ്പരാഗത ശൈലിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇന്ത്യൻ അത്ലറ്റുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 7 മെഡലുകളാണ് ലഭിച്ചത്. 117 ഇന്ത്യൻ താരങ്ങളാണ് ഇത്തവണ ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്നത്. ഓഗസ്റ്റ് 11-ന് ഒളിമ്പിക്സിന് സമാപനമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. ആദ്യ സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. രണ്ടാം സെമിയിൽ രാത്രി 7 മണിക്ക് ശ്രീലങ്കയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമെന്ന അംഗീകാരം നേടി അസമിലെ ചാറൈഡിയോ മൈദം. ഇതോടെ ഇന്ത്യയുടെ 43ാമതും വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ലോക പൈതൃക കേന്ദ്രവുമായി ഇത് മാറും. അഹോം രാജവംശത്തിലെ രാജാക്കന്മാരുടെ 90-ലധികം ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ചാറൈഡിയോ മൈദം അസമിലെ പിരമിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 57ാമത് ആസിയാൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വിയറ്റ്നാമിലെ ലാവോസിൽ തുടക്കം. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലാവോസിലെത്തി. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രാദേശിക സഹകരണവും അന്തർദേശീയ ബന്ധങ്ങളും യോഗം അവലോകനം ചെയ്തു. പരസ്പര താൽപര്യമുള്ള വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. ചൈന, നോർവേ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മ്യാൻമറിൽ നടക്കുന്ന ബിംസ്റ്റെക് സുരക്ഷാ മേധാവികളുടെ വാർഷിക യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. 4ാമത് വാർഷിക സമ്മേളനം ഇന്ന് നൈപിതാവിലാണ് നടക്കുക. സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീ ഡോവൽ ഇന്നലെ മ്യാൻമർ പ്രധാനമന്ത്രി മോ ഓങ്ങുമായും കൂടിക്കാഴ്ച നടത്തി. കാനഡയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കനേഡിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ വധിക്കുമെന്ന് സമൂഹമാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയതിന് 2 പേർക്കെതിരെ കാനഡ കേസെടുത്തിട്ടുണ്ടെന്നും എന്നാൽ ഇന്ത്യൻ നേതാക്കളെയും നയതന്ത്രജ്ഞരെയും ഭീഷണിപ്പെടുത്തുന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശ്രീലങ്കയിൽ നിന്നുള്ള 36 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഹിന്ദി പഠിക്കാനുള്ള സ്കോളർഷിപ്പിന് അർഹരായി. കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുന്ന സ്കോളർഷിപ്പിൽ 9 മാസ കാലയളവിലെ ഫീസ്, താമസ സൌകര്യം തുടങ്ങിയവ ഉൾപ്പെടുന്നു. ആഗ്രയിലെ കേന്ദ്രീയ ഹിന്ദി സൻസാദനിൽ അടുത്ത മാസം കോഴ്സ് ആരംഭിക്കും. കഴിഞ്ഞ 13 വർഷങ്ങളിൽ പ്രൊപ്പഗേഷൻ ഓഫ് ഹിന്ദി എബ്രോഡ് എന്ന പരിപാടിയുടെ ഭാഗമായി 170-ലേറെ ശ്രീലങ്കൻ വിദ്യാർത്ഥികളാണ് ഹിന്ദി പഠനം പൂർത്തിയാക്കിയത്. ശ്രീലങ്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 21-ന് നടക്കും. ഇത് സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അടുത്ത മാസം 15-നാണ് നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസാന തീയതി. 2018-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഗോതബയ രാജപക്സെ 5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു. 2022-ലെ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിയെ തുടർന്ന് ഗോതബയ രാജിവെച്ചതോടെ ശേഷിക്കുന്ന കാലയളവിലേക്ക് പാർലമെന്റ് റനിൽ വിക്രമസിംഘയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് പദത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി നവംബർ 17-ന് അവസാനിക്കും. 6 കിലോഗ്രാം കൊക്കൈനുമായി ഇന്ത്യൻ വംശജനായ ജർമ്മൻ പൌരനെ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് CBI പിടികൂടി. 2 കളിപ്പാട്ടങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് കൊക്കൈൻ കടത്തിയത്. സംഭവത്തിൽ CBI വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയ്ക്ക് ശേഷം മുംബൈ നഗരത്തിലെ കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ ദൈനംദിന ജീവിതം വീണ്ടും സാധാരണ നിലയിലായി. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ സ്കൂളുകളും കോളേജുകളും ഇന്ന് പതിവുപോലെ പ്രവർത്തിക്കുകയാണ്. ഔദ്യോഗിക വിവരങ്ങളില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുതെന്നും സ്കൂളുകളുടെയും കോളേജുകളുടെയും അഡ്മിനിസ്ട്രേഷനുമായി സമ്പർക്കം പുലർത്തണമെന്നും BMC രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ യുദ്ധത്തിന്റെ വിജയസ്മരണയിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ച സൈനികർക്ക് പ്രണാമം അർപ്പിച്ച് പ്രമുഖർ. വികസനത്തിന് നേരെയുള്ള ഏതു വെല്ലുവിളിയും ഇന്ത്യ നേരിടുമെന്ന് പ്രധാനമന്ത്രി. ലഡാക്കിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് നരേന്ദ്രമോദി. പാർലമെന്റിന്റെ 2 സഭകളിലും കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നു. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും. മെഡൽ പ്രതീക്ഷയുമായി 117 ഇന്ത്യൻ താരങ്ങൾ കളത്തിലിറങ്ങും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിക്കായുള്ള തെരച്ചിൽ ഊർജിതം. കേരളത്തിൽ നിന്ന് മന്ത്രിതല സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.